ബംഗളൂരുവിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ മലയാളി ദമ്പതികൾ കെനിയയിലേക്ക് കടന്നായ പോലീസ് കേസിന്റെ അന്വേഷണം CBCIDക്ക് കൈമാറും. കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പോലീസ് ബലവിരിക്കും മുൻപ് A&A ചിറ്റ്സ് ഉടമകളായ ടോമി എവിയും ഷൈനി ടോമിയും രാജ്യാതിർത്തി കടന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക്, അവിടെ നിന്ന് കെനിയയിലെ നൈറോബിയിലേക്ക്. ജൂലൈ 5-നായിരുന്നു പോലീസിൽ ആദ്യ പരാതി ലഭിക്കുന്നത്. ഇതിന് 2 ദിവസം മുൻപ് പ്രതികൾ മുങ്ങി. വലിയ സാമ്പത്തിക തട്ടിപ്പായതിനാൽ കേസ് CBCIDക്ക് കൈമാറി. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അതിനിടെ പരാതിയുമായി എത്തിയവരുടെ എണ്ണം 408 150 കോടി രൂപയാണ് ഇവർക്ക് നഷ്ടമായിട്ടുള്ളത്. 1300 നിക്ഷേപകരാണ് ആകെയുള്ളത്. ഇവരൊക്കെ പരാതിയുമായി എത്തിയാൽ തട്ടിപ്പ് 400 കോടിക്ക് മുകളിലാകും. പ്രതികൾ എവിടെയാണ് പണം നിക്ഷേപിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ മക്കളെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. 24 ചെന്നൈ.